മയ്യത്ത് കബറടക്കി എല്ലാവരും പിരിയുന്ന സമയത്ത് ഖബറിൽ റൗമാൻ എന്നു പേരുള്ള ഒരു മലക്ക് വരും. ആ മലക്ക് മയ്യത്തിനോട് എണീക്കാൻ പറയും. മയ്യത്ത് എണീക്കും. ആ മയ്യത്തിനോട് മലക്ക് പറയും, നീ ജനിച്ചത് മുതൽ, നിനക്ക് തിരിച്ചറിവ് വന്നത് മുതൽ, ഇവിടെ വരുന്നത് വരെ നീ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, അതായത് ദുനിയാവിൽ നീ എന്തൊക്കെ ചെയ്തുവോ, നീ എങ്ങനെയൊക്കെ ജീവിച്ചോ, എല്ലാ കാര്യങ്ങളും നീ എഴുതുക. അപ്പോ ആ മലക്കിനോട് മയ്യത്ത് ചോദിക്കും, ഞാൻ എങ്ങനെ എഴുതുക? എന്റെ കയ്യിൽ പേനയില്ല, മഷിയില്ല, കടലാസില്ല, ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്? അപ്പോൾ ആ മലക്ക് മയ്യത്തിനോട് പറയും, നിന്റെ ചൂണ്ടുവിരൽ പേനയാക്കുക, നിന്റെ ഉമിനീര് മഷിയാക്കുക, നിന്റെ കഫം പുടവ കടലാസാക്കുക. ആ മയ്യത്ത് അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ എഴുതാൻ തുടങ്ങും. അവൻ ദുനിയാവിൽ ചെയ്ത നന്മയാകട്ടെ തിന്മയാകട്ടെ, അവൻ എന്ത് ചെയ്തുവോ എല്ലാ കാര്യങ്ങളും എഴുതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഖബറിൽ ആ മയ്യത്തിന് അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും. അവൻ ദുനിയാവിൽ ജനിച്ച് തിരിച്ചറിവ് വന്നത് മുതൽ അവൻ മരിക്കും വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മ വരും. അവൻ അത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ റഹ്മാൻ അലൈഹിസ്സലാം അവൻ എഴുതിയ പേപ്പർ കീറി അവന്റെ പിരടിയിൽ കെട്ടിക്കൊണ്ട് മലക്ക് അവനോട് പറയും, ഹേ മനുഷ്യ, നീ ഇവിടെ എഴുതിയ കാര്യങ്ങൾ നാളെ നിന്നെക്കൊണ്ട് അള്ളാഹു മഹ്ശറയിൽ വായിപ്പിക്കും. ഞാൻ പോയതിനു ശേഷം 2 പേർ വരും. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ നീ ഇവിടെ വിജയിച്ചു. റഹ്മാൻ അലൈഹിസ്സലാം പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ്. ആ കഥ പിന്നീട് പറയാം.